ഹായ് ഓൾ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് സെലക്ട് ആൻഡ് മാസ്ക് എന്ന ഓപ്ഷനാണ് നോക്കുന്നത്. അതേപോലെ എഡ്ജ് റിഫൈൻ ടൂളും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ഏതെങ്കിലും സെലക്ഷന് വേണ്ടിയുള്ള ടൂൾ സെലക്ട് ചെയ്യുക. അപ്പോൾ മുകളിൽ സെലക്ട് ആൻഡ് മാസ്ക് എന്ന് കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് ഇത് ചിലപ്പോൾ 100 കിടക്കുന്നെങ്കിൽ നിങ്ങളതൊരു 50ലേക്ക് മാറ്റുക. അത് ട്രാൻസ്പെറൻസി 50ലേക്ക് മാറ്റുക. അതേപോലെ ഇവിടെ ഒനിയൻ സ്കിൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സെലക്ട് സബ്ജക്റ്റ് ടൂൾ എടുക്കുന്നു. ഈ ടൂൾ കൊണ്ട് നമ്മളിങ്ങനെ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് പുതിയ ഫോട്ടോഷോപ്പിലൊക്കെ സെലക്ട് സബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം പെർഫെക്റ്റായിട്ട് തന്നെ കട്ടായി വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിലൊന്ന് ചെറുതായിട്ടൊന്ന് സ്മൂത്ത് ചെയ്യാം. എഡ്ജുകളൊക്കെ കറക്റ്റാണോ എന്നറിയാൻ ചെറുതായിട്ടൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ താഴെ ഔട്ട്പുട്ട് സെറ്റിങ്സിനകത്ത് ലെയർ മാസ്ക് എന്നുള്ളത് കൊടുത്ത് ഓക്കെ കൊടുക്കാം. ലെയറിൻ്റെ അവിടെ ചെറിയ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. നമുക്കൊന്നുകൂടെ സെലക്ട് ആൻഡ് മാസ്കിലേക്ക് പോകാം. ഏകദേശം ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഓക്കെ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ഇമേജ് ചെയ്ത് നോക്കാം. ഈ ഒരു ഇമേജ് നമ്മൾ ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ചെയ്തിട്ട് നേരത്തെ പോലെ തന്നെ സെലക്ട് ആൻഡ് മാസ്ക് എടുക്കുന്നു. സെലക്ട് ആൻഡ് മാസ്ക് ട്രാൻസ്പെറൻസി 50 ആക്കുന്നു. നമുക്ക് ഈ ടൂൾ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വേണം സെലക്ട് ചെയ്തിട്ട് കറക്റ്റ് ചെയ്തെടുക്കാം. പക്ഷേ അന്നേരം പുറത്തേക്കൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് നമ്മൾ വീണ്ടും സെലക്ട് സബ്ജക്റ്റ് എന്നുള്ളത് കൊടുക്കുന്നു. ഏകദേശം ഓക്കെ ആയിട്ട് കിട്ടും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴിയാണ് ഇത് വർക്കാകുന്നത്. നമ്മൾ ഇച്ചിരി ഫെദർ കുറച്ച് ഇവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമുക്കിവിടെ കുറച്ച് സ്മൂത്ത് ആഡ് ചെയ്യാം. എഡ്ജൊക്കെ ഒന്ന് സ്മൂത്ത് ചെയ്യാം. അതുപോലെ ഒരല്പം ഫെദറും കൂടെ കൊടുക്കാം. അല്പം ഫെദർ കൊടുക്കാം. ഈ ഹെയർ ഇവിടെ കറക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ ഏകദേശം ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നേരെ നമ്മൾ ഇവിടെ ഔട്ട്പുട്ട് എടുക്കുക. ഔട്ട്പുട്ട് സെറ്റിങ്സിനകത്ത് ഇവിടെ സെലക്ഷൻ മാറ്റിയിട്ട് ന്യൂ ലെയർ മാസ്ക് കൊടുത്ത് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ പുതിയൊരു ലെയർ മാസ്ക് ആയിട്ട് അതിനുശേഷം നമ്മൾ വീണ്ടും ഇവിടെ സെലക്ട് ആൻഡ് മാസ്ക് കൊടുത്ത് വീണ്ടും ഇതിനകത്തേക്ക് തന്നെ വരുന്നു. ഇവിടെ നമ്മൾ ഹെയർ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി നന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് സെലക്ട് ആൻഡ് മാസ്ക് ടൂളിൻ്റെ മെയിനായിട്ടുള്ള ഉപയോഗം. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.